പത്രോസിൻ്റെ രണ്ടാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷൻ. പത്രോസിൻ്റെ ലേഖനം പ്രസംഗിക്കുമ്പോൾ പല ഭാഗങ്ങളിലൂടെയൊക്കെ നമ്മൾ കയറി ഇറങ്ങേണ്ടി വരും. അതാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറ്റ് പുസ്തകങ്ങളിലേക്കൊക്കെ പോകുന്നത്. ലേഖനം തുടർമാനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഓരോ വിഷയങ്ങൾ വരുമ്പോൾ മറ്റ് പല ഭാഗങ്ങളിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളെല്ലാം കൂടി ചേർത്ത് കോർത്തി കണക്ക് പ്രസംഗിക്കേണ്ടി വരും. ഒത്തുവാക്യങ്ങൾ ചേർത്ത് പ്രസംഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പ്രസംഗം ഈ നിലയിൽ പോകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടൊരു പത്രോസിൻ്റെ വാക്കുകൾക്ക് നമ്മൾ ചെവി കൊടുക്കുക. പത്രോസാണ് പത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്നത്. പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദയും അവർ പഠിപ്പിച്ച, സഭയെ പഠിപ്പിച്ച ഉപദേശമാണ് നമ്മുടെ സഭയുടെ ഉപദേശവും. നമുക്ക് വേറൊന്നല്ല. നമ്മൾ പുതിയ നിയമസഭയാണെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് തന്നെ വരണം. അല്ലാതെ ഒരു രക്ഷയും നമുക്കില്ല. അല്ലാതെ നമുക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല. ഒരു വലിയ മെഗാ ചർച്ചായിട്ടൊക്കെ നിൽക്കാം. അവസാനം തീപ്പൊയ്കെ പോയി വീഴും. അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ ഒരു കുഴപ്പമില്ല. രക്ഷപ്പെടാൻ നമുക്ക് വഴിയില്ല വേറെ. ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ ഉപദേശം നമ്മൾ ചെവി കൊടുക്കണം. അതാ പത്രോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ എന്താ എഴുതിയിരുന്നത്? 10-ാം വാക്യം, ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാൻ അറിയുന്നുവല്ലോ. ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതെ ആ ദാക്ഷ്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ ദുഷിപ്പിപ്പാൻ ശങ്കിക്കുന്നില്ല. ജാത്യം പിടിപെട്ട് നശിപ്പിപ്പാൻ പിറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെപ്പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കിയാൽ അനീതിയുടെ കൂടി കുതിച്ചുകൊണ്ട് സ്വന്തം വഴികളെ വഷളത്വത്താൽ നശിച്ചു പോകും. ആരാ? കള്ളപ്രവാചകന്മാരും ദുർവേഷകന്മാരും. ഈ കള്ളപ്രവാചകനും നശിച്ചു പോകുമെന്ന് ഇവിടെ പറയുക. അതിനാണ് പത്രോസ് ഈ പഴയ നിയമത്തിലെ വിഷയങ്ങളൊക്കെ എടുത്ത് പറയുന്നത്. വാഴ്ചകളാ കാത്തുപോയ ദൂതന്മാരും വഷളത്വം പ്രവർത്തിച്ചവരൊക്കെ എന്ത് ചെയ്തു? നശിച്ചു പോകും. ഹല്ലേലൂയ. അനീതിയുടെ കൂടി കൊതിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോകും. അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖമെന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടി വിരുന്ന് കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു. ആരാ? കള്ളപ്രവാചകന്മാരും ദുർവേഷകന്മാരും. ഇതിൽ കാണുന്ന ഈ കൊള്ളരുതായ്മ ചെയ്യുന്നവരൊക്കെ ആരാണെന്ന് ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ പഠിച്ചോണം. ആരാ അവര്? കള്ളപ്രവാചകന്മാരും ദുർവേഷകന്മാരും. ഇവർ ചെയ്യുന്ന വലിയ തെറ്റുകളാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. ഹല്ലേലൂയ. അവരെക്കുറിച്ച് അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമല്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൻ്റെ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യർ. ദ്രവ്യാഗ്രഹത്തിൻ്റെ അഭ്യാസം. അതുകൊള്ളാലോ. എൻ്റെ മുന്നേ പണ്ടാരെല്ലാം പറയാം, നമ്മൾ പഴമൊഴി പോലെ മുങ്ങിക്കഴിഞ്ഞാൽ കാപ്പണം കൊണ്ടേ മുങ്ങുള്ളൂ. ഒരു ചുറ്റൂട്ടിക്ക് പോയാൽ കാശ് കിട്ടിക്കോണം. എന്താ ഇത്ര നിർബന്ധം? എടാ നിന്നെ വിളിച്ച പാസ്ന്ന് നിനക്ക് തരാനൊന്നും ഇല്ലെന്ന്. ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് പോന്നേക്കണം. അങ്ങനെ പോന്നാൽ പോരാ. ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയുക. നിന്റെ കയ്യിലെ വണ്ടിക്കാച്ചുള്ള ബാക്കി കഴിഞ്ഞിട്ട് അങ്ങോട്ട് എടുത്ത് കൊടുത്തിട്ട് പോരെ. ഒരു പാസ് എന്നെ വിളിച്ചു ശുശ്രൂഷിക്കാൻ. പാസ് പറയുകയാണ്, മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പാസ് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല കയ്യിൽ തരാനായിട്ട്. സന്തോഷത്തോടെ കൈ കൊടുത്ത് വല്ല കഞ്ഞിയോ എല്ലാം തെളിഞ്ഞെങ്കിൽ അത് കുടിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയുക. എനിക്ക് തിരിച്ചു പോകാനുള്ള കാശ് കഴിഞ്ഞ് ബാക്കി 100, 200, 300, 400 എത്രയാണെന്ന് വെച്ചാൽ പയ്യെ എടുത്ത് പാസ്പോർട്ട് കയ്യിലോട്ട് വെച്ചിട്ട് ഇരിക്കട്ടെ പാസ് കഴിഞ്ഞിട്ട് പോകണം. പുള്ളി പേടിക്കത്തില്ല. നിർബന്ധിച്ച് ഏൽപ്പിച്ചു കൊടുത്തേക്കണം. പോക്കറ്റിൽ ഇട്ടിട്ട് പോന്നേക്കണം. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതല്ലേ ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. അതല്ലേ? അല്ല പിടിച്ചു പറയുകയാണോ ഇത്? എനിക്ക് ഇത്ര ലക്ഷത്തിൻ്റെ കാറ് വേണം, എനിക്ക് ഇത്ര ലക്ഷം ചിലവുണ്ട്, എനിക്ക് ഇത്ര ലക്ഷം വേണം, ഇത്ര ലക്ഷം വേണമെന്ന് കണക്ക് പറഞ്ഞ് ആൾക്കാരെ ഊറ്റി കുടിക്കുന്നവർ അതാണോ ശുശ്രൂഷ? എനിക്കറിയാം, ഈ പട്ടണത്തിൽ ഞാനൊരു പാസിൻ്റെ കൂടെ നടന്നു. പുള്ളി എന്നെയും കൊണ്ട് നടന്ന് എൻ്റെ ബൈക്കിലൊക്കെ ഞാൻ കൊണ്ട് നടക്കും. എനിക്കറിയത്തില്ല പുള്ളിയുടെ ഉള്ളിൽ കിടക്കുന്ന ദ്രവ്യാഗ്രഹം ഓരോ സമയങ്ങളിൽ പുറത്തു വന്നു. അത് ലാസ്റ്റാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ ഒരു ബൈക്ക് മേടിക്കുക,
കാരണം കുറെ കാശ് കിട്ടില്ല. പിന്നെ ഒരു കാര്യം, മറ്റെല്ലാവരും പറയുന്നതിനേക്കാൾ കുറച്ചൊക്കെ കാര്യങ്ങൾ പുള്ളി പറയുമായിരുന്നു, അതൊക്കെ ശരി. പക്ഷെ യഥാർത്ഥ സത്യവചനം പറഞ്ഞപ്പോൾ പത്യോപദേശം പറഞ്ഞപ്പോൾ പുള്ളി എന്നെ അവിടെ അങ്ങനെ ഇടുകയും ചെയ്യും. അത് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ലക്ഷ്യം ഭൗതികമാണ്, ദ്രവ്യാഗ്രഹമാണ്. യൂത പറയുന്ന ദ്രവ്യാഗ്രഹത്തിന്റെ സാമ്പിൾ ആരാ? ബിലയാം. ദ്രവ്യാഗ്രഹിക്കുന്ന നിഴലാണ് യൂത പറയുന്നു ബിലയാം. ദുഷ്ടതയ്ക്ക് നിഴൽ ആരാ? കായീൻ. പിന്നെ ഒരു വ്യക്തി കൂടെ ഉണ്ടല്ലോ, ബിലയാം, കായീൻ, പിന്നെ വേറൊരാളുകൂടി ഉണ്ടല്ലോ. 3 പേരാണ് യൂദ ലേഖനത്തില് നമുക്ക് കാണാൻ കഴിയുന്ന 3 ക്യാരക്ടർ. അത് 3 നമ്മൾ പഠിച്ചിരിക്കേണ്ടതല്ലതാ. കായീൻ കൊലപാതകം, ബിലയാം ദ്രവ്യാഗ്രഹി, കോരഹ് മത്സര ബുദ്ധിയുള്ളവർ. സഭകളില്ലേ മത്സരം? മത്സരമല്ല, എന്തൊരു മത്സരമാണ്! പ്രസംഗിക്കാൻ മത്സരം, പാടാൻ മത്സരം, 119 സങ്കീർത്തനം വായിച്ചു മത്സരം. മത്സരികൾ വരണദേശത്ത് പാർക്കുമെന്നല്ലേ പറയുന്നേ. എന്താ പ്രിയമുള്ളവർ ഇതൊക്കെ! ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കട്ടെ പ്രിയമുള്ളവരെ. അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖമെന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടി വിരുന്ന് കഴിഞ്ഞ് ഉളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകും. ഇതൊക്കെ വ്യാഖ്യാനം പറയേണ്ട കാര്യമില്ലല്ലോ. അവർ ഉപചാരനെ കണ്ട് രസിക്കുകയും പാപങ്ങൾ തൃപ്തിപ്പെടുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമല്ലാത്ത ദൈവികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായി ശാപയോഗ്യർ. ആരാണ്? ഈ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കന്മാരും ശാപയോഗ്യരാണ്. പത്രോസ് പറയുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് എഴുതി വെച്ച് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ നിന്നെ പിന്നെ നരകത്തിൽ നോക്കിയാൽ മതി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിന്റെ മകനായ ബെലയാമിന്റെ വഴിയിൽ നടക്കുന്നു. അപ്പൊ ദ്രവ്യാഗ്രഹികളെ ബെലയാമായിട്ട് പത്രോസ് പഠിപ്പിക്കുന്നുണ്ട്, യൂദയും പറയുന്നുണ്ട് ദ്രവ്യാഗ്രഹികൾ. ഇന്നിപ്പോ ഈ ഗ്രൂപ്പ് കൂടുതലാണ് നമ്മുടെ ഇടയിൽ. ഒന്ന് വിളിച്ചൊന്ന് പ്രസംഗിച്ചു, കാശില്ലേ, പിന്നെ വൈരാഗ്യമാ, പിന്നെ ദേഷ്യമാ. വേലക്കാരൻ കൂലിക്ക് യോഗ്യനെന്നുള്ള പുസ്തകം ആ വാക്യ പുസ്തകത്തിലില്ലേ? പിന്നെന്താന്നേ? കൊടുത്തത് കുറഞ്ഞു പോയി, ഒന്നും കൊടുത്തില്ല, അവർക്ക് അത്ര കൊടുത്ത് എനിക്ക് ഇത്രേ തന്നുള്ളൂ. ഇതൊക്കെ എന്താ? ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ബിലയാമായി തീരരുത്. നമ്മൾ മത്സര സ്വഭാവമുള്ള കോരോഹരായി തീരരുത്. നമ്മൾ ദുഷ്ടതയ്ക്കും പകയ്ക്കും നിദാനമായ കായിനായി തീരരുത്. ഇത് ശക്തമായ മുന്നറിയിപ്പുകളാണ് പത്രോസ് യൂദയൊക്കെ തരുന്നത്. ഇത് നമ്മൾ കേട്ടനുസരിച്ചോണം, ഇല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. അവർ അനീതിയുടെ ഊതി കുടിച്ചു എങ്കിലും അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാടാ കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. ഞാൻ അങ്ങോട്ടൊന്നും അധികം പോകുന്നില്ല. അടുത്ത വാക്യം പ്രധാനപ്പെട്ട 3-4 വിഷയങ്ങൾ കിടപ്പുണ്ട്. അതുകൂടി പ്രസംഗിച്ചിട്ട് ശുശ്രൂഷയ്ക്ക് വിരാമം ഇടാൻ കർത്താവ് ശരണപ്പെടുന്നു. 17 അവരെ കുറിച്ച് യൂദ പത്രോസ് പറയുന്ന വേറൊരു സ്റ്റേറ്റ്മെന്റ്. 17 വാക്യം. അവർക്ക് വെള്ളമില്ല. ഒരു കിണർ കുത്തിയാൽ വെള്ളം വേണം, അല്ലെങ്കിൽ പിന്നെ കിണർ കുത്തിയുണ്ടെന്ത് കാര്യം? വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റ് കൊണ്ടോടുന്ന മഞ്ഞുമേഘങ്ങളും അവർ കൂരിട്ട് സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു. വമ്പ് പറഞ്ഞ് ദുഷ്കാമ പ്രവൃത്തികളാൽ കാമമോഹങ്ങളാൽ കുടുങ്ങുന്നു. കാമമോഹങ്ങളാൽ കുടുക്കുന്നു എന്നല്ല, കുടുക്കിക്കളയുക, കെണിപ്പെടുത്തുക. ആര്? കള്ളപ്രവാചകന്മാർ, ദുർവേഷ്ടകന്മാർ. നമ്മളെ കുടുക്കിൽപ്പെടുത്തുകയാണ്, പക്ഷി വലയിൽപ്പെടുത്തുന്ന പോലെ.
മീനിനെ വല വെച്ച് പിടിക്കുന്ന പോലെ നല്ല മനുഷ്യരെ ഈ കള്ളപ്രവാചകന്മാരെ ദുരുപദേശകന്മാരെ വകഞ്ഞു പിടിക്കും. ശരിയായ പത്യവചനം പത്യോപദേശം പ്രസംഗിക്കുന്നവരെ ആ വചനത്തിൻ്റെ വ്യവസ്ഥപ്രകാരം നിങ്ങൾ അവരെ കാണുകയും ബഹുമാനിക്കുകയും അവരോട് കൂട്ടുകൂടി നിൽക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ കള്ളപ്രവാചകന്മാരുടെ കുടുക്കിൽ നിങ്ങൾ പെട്ടുപോകും. കുടുക്കിക്കളയുമെന്ന് എഴുതിയിരിക്കുന്നു ഇവിടെ. ദുഷ്കാമ പ്രവൃത്തികളാൽ കാമഭാഗങ്ങൾ കുടുക്കുന്നു. സഹോദരിമാരെ കൊടുക്കുന്ന കള്ളപ്രവന്മാരുണ്ട്. കാമഭോഗങ്ങൾ പറഞ്ഞ് കൊടുക്കും. എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരറിയാം, പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ശുശ്രൂഷ കഴിഞ്ഞാൽ സഹോദരിമാരുടെ ഭാഗത്തേക്കാണ് പാസ്റ്റർ പോകുന്നത്. പിന്നെ ശുശ്രൂഷ സഹോദരിമാരോടാണ്. എന്ത് ശുശ്രൂഷയാണോ? ഞങ്ങളോട് പറഞ്ഞത് ദൈവവചനം പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് മാറിയിരുന്ന് പ്രാർത്ഥിച്ചോണമെന്ന്. പറഞ്ഞ വചനം അനുസരിച്ച് ജീവിക്കാൻ നിനക്കും ജനത്തിനും കർത്താവ് കൃപ കൊടുക്കാൻ മാറിയിരുന്ന് പ്രാർത്ഥിക്കണം. അല്ലാതെ പെണ്ണുങ്ങളെടുക്കാൻ പോയി വലച്ചതല്ല ചെയ്യേണ്ടത്. ഒരു പാട്ട് കൂട്ടുകൂടി സിനിമ സ്റ്റൈലിലാണ് വരുന്നത് പ്രസംഗിക്കാൻ. ഓവർ കോട്ടൊക്കെ അടിച്ച് സിനിമ സ്റ്റൈലിൽ സിനി ഫീൽഡിലുള്ള പോലെ സെലിബ്രിറ്റികൾ പോണ പോലെ ലുക്ക് കണ്ട് വീഴണം സഹോദരിമാർ. അല്ല, പ്രസംഗം കേട്ടല്ല. എനിക്കറിയാൻ ഇഷ്ടം പോലെ എനിക്കറിയാമെന്ന്, അതുകൊണ്ട് ഞാൻ പറയണത്. ഒരൊറ്റ മുടിയില്ല ഈ പറഞ്ഞ പലരിലും കറുത്തത്, മുഴുവൻ കറുപ്പിക്കുക. സുന്ദരന്മാരായിട്ട് വന്ന് നിൽക്കുക, സുന്ദരികളെ പറ്റിക്കാൻ, കുടുക്കാൻ, കാമഭോഗങ്ങളാൽ കുടുക്കുന്നു. അതെല്ലാം എഴുതിയേക്കണ്ടേ? വശീകരിച്ച് കളയുക. എനിക്കറിയാം, ഒരു പാവം പിടിച്ച സഹോദരി രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ ഇൻ്റർനാഷണൽ പ്ലാസിങ്, ഞാൻ പേരൊന്നും ഞാൻ ചോദിക്കല്ലേ, ആ സഹോദരിയോട് പാപത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. അവർ പറഞ്ഞു, പാസ്റ്ററെ ഇത് പാപമല്ലേ? അപ്പോൾ ആ ഇൻ്റർനാഷണൽ പാസ്റ്റർ പറഞ്ഞ് കേൾക്കണം, ഇൻ്റർനാഷണൽ പിശാചെന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത് പേര്. അതൊക്കെ അങ്ങ് ഏറ്റു പറഞ്ഞു വെച്ചാൽ മതി. പാപം ചെയ്തിട്ട് ഏറ്റു പറഞ്ഞാൽ മതിയെന്ന്. നിങ്ങൾ പുൾപിറ്റുകളിൽ പോയി പ്രസംഗിക്കുന്ന ആൾക്കാരല്ലേ? അതെ, പ്രസംഗിക്കുന്നതിന് വിലയാറ്റി പറഞ്ഞിട്ട് പോയി പ്രസംഗിക്കും. എങ്ങനെയുണ്ട്? ഈ ഗ്രൂപ്പിൽപ്പെട്ടവരാ. പത്രോസ് പറയുന്ന ഈ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണിന്ന്. എനിക്കറിയാം, കേരളക്കരയിൽ വിശുദ്ധിയുള്ള ഉപദേശം പ്രസംഗിച്ചുകൊണ്ടിരുന്ന അനേക പാസ്റ്റർമാരെ, നല്ല ശുദ്ധമായ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർമാരെ, 50 വർഷത്തെ പ്രവൃത്തി പരിചയത്തിൽ നിന്നോട് ഞാൻ പറയുക. ഇവർക്ക് കാശ് വന്നു, വിസ വന്നു, ഇവർക്ക് ചാൻസുകൾ കിട്ടി. കാനഡ, അമേരിക്ക, ലണ്ടൻ, കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റിൻ, അങ്ങനെ ട്രിപ്പുകൾ വെച്ച് ഇങ്ങനെ പോയി അമേരിക്ക എല്ലായിടത്തും പോയി അവസാനം ഇവരുടെ ഭൗതികമെല്ലാം വർദ്ധിച്ചപ്പോൾ ഇവർ തേങ്ങാപ്പീര ചിരണ്ടിയെടുത്ത് 3-4 വെള്ളം പിഴിഞ്ഞെടുത്തതിന് ശേഷം കിട്ടുന്ന ചണ്ടി പോലെ അവരായിപ്പോയി. ചണ്ടി പോലെ, കാശിന് കൊള്ളില്ലാത്തവരായി. ഇപ്പോഴും സുവിശേഷ കോളത്തിൽ കിടന്ന് വരിക അവരൊക്കെ. ഞാൻ ആളും പേരും ഒന്നും പറയുന്നില്ല, എന്നോട് ആരും ചോദിക്കുകയും വേണ്ട. എനിക്കതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമുണ്ട്. ഞങ്ങളൊക്കെ ഈ പത്യവചനം പത്യോപദേശം പ്രസംഗിക്കുമ്പോൾ ഇത് പലർക്കും ഇറിറ്റേഷനാണ്. ഇതൊന്നും വേണ്ട പാസ്റ്ററേ, ഇത്രയൊന്നും വേർപാടൊന്നും നമുക്ക് വേണ്ട. ഇത്രയും വേർപാടല്ല, ഇതിനേക്കാൾ കൂടുതൽ വേർപാടാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലുണ്ടാകണം. സഹോദരങ്ങളെ, ഉപദേശം പ്രസംഗിച്ച് ക്രിസ്തുവിനെ പോലെ നമ്മളായിത്തീരണം. അതല്ലേ പോലെ ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളുണ്ടായിരിക്കട്ടെ. 1 കൊരിന്ത്യർ 2 അവസാന വാക്യം, നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. വേറെ ഭാഗത്ത് ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുന്നു. ഇതല്ലേ നമ്മളായിത്തീരണ്ടേ? ഈ കള്ളപ്രവാചകന്മാരെ ദുർഭ്രഷ്ടന്മാരെ പോലെ ആകണോ, അതോ ക്രിസ്തുവിനെ പോലെ നമ്മളാകണോ? നമുക്ക് സ്വർഗത്ത് പോകാനുള്ള മെഷർമെൻ്റ് അതാ. ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിച്ചെടുക്കണം, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരണം, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം, അവൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാകണം. അനീതിക്കെതിരെ ഗർജിക്കുന്ന സ്വഭാവമാണ് ക്രിസ്തുവിന്. പാപം കണ്ടാൽ പാപത്തോട് കൂട്ടുകൂടുകയല്ല ചെയ്യുന്നത്, അതിനെ എതിർക്കുക ചെയ്യുന്ന കർത്താവ്. ഹല്ലേലൂയ. യെരൂശലേം ദേവാലയം എൻ്റെ ആലയം, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. അന്നത്തെ കാലത്തെ ഏറ്റവും പ്രബലപ്പെട്ടു നിന്ന യഹൂദ മതം
കർത്താവ് പറയുക, നിങ്ങൾ കള്ളന്മാരുടെ ഗുഹകളാക്കി മാറ്റിയെന്ന്. ഇന്നും ഏകദേശം അതുപോലെ അല്ലേ ദൈവമക്കളെ? എന്നെ കല്ലെറിഞ്ഞോട്ടെ. കള്ളന്മാരുടെ ഗുഹയായി മാറ്റിയില്ലേ ഇന്ന്? എല്ലാവരും എല്ലായിടത്തും ഉള്ളത് നല്ല കുറിച്ച് പറയുന്നത്, നല്ലൊരു ശതമാനം അങ്ങനെ ആയില്ലേ? ഒന്നാന്തരം സുവിശേഷ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അവസാനം സഹോദരിമാരുടെ നൃത്തം, ദാസന്മാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുക സഹോദരിമാർ നൃത്തം ചെയ്യുന്നത്. ഞാൻ അതിനെക്കുറിച്ച് അങ്ങ് പൊതിഞ്ഞു പറയുക. നൃത്തമല്ല അവർ നോക്കിക്കൊണ്ടിരുന്നത്. സ്തോത്രം. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇത് കയറി വിളച്ചതാ. ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി നടക്കുന്നു. ബോംബെയിൽ നടന്ന സംഭവമാണ്. ഞങ്ങളെ വചനം പഠിപ്പിച്ച പ്രായമുള്ള വാസു പറഞ്ഞതാ. ഒരു വാസു പറഞ്ഞു, വിശ്വാസികളെല്ലാം അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് മൊബൈലിൽ ഇങ്ങനെ ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കുക, റൺ റേറ്റ് നോക്കിയിരിക്കുക. വാസിന് രോഗം മനസ്സിലായി. വാസു പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് പെട്ടെന്ന് സഭയം നിർത്താം. ഇന്ത്യ പാകിസ്ഥാൻ കളി നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ കുറച്ച് സമയം കൂടി ഒന്ന് ക്ഷമിച്ചിരിക്കുക. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് സഭയം നിർത്തിയിട്ട് നമുക്ക് ആ TV ഹോളിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ച് നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. എങ്ങനെയുണ്ട്? ഈ നിലവാരത്തിലേക്ക് പോയി. ക്രിക്കറ്റ് കളി, സിനിമയും നാടകമൊക്കെ നമുക്ക് ഹോളിരുന്ന് കാണാമെന്ന്. ദൈവമക്കളെ, ഒരു ശുശ്രൂഷകൻ ഇതിന് ഓശാന പാടുമ്പോൾ വിശ്വാസിയുടെ അവസ്ഥ എന്തെന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. ജനം തെറ്റിലേക്ക് വഴുതി പോകാൻ വേറെ വല്ലതും വേണോ? എത്രത്തോളം വിശുദ്ധ ഉപദേശം പ്രസംഗിച്ച് വിശ്വാസികളെ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നടത്താമോ അത്രത്തോളം നമ്മൾ ചെയ്യേണ്ടത്. എഫേസർ 1:4 അവൻ നിഷ്കളങ്കരും. ആ വാക്യം ഒന്ന് വായിച്ചു. 1:4, എഫേസർ 1:4. 1:4, എഫേസർ 1:4. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും മതി. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകണം. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം നമുക്കുണ്ടാകണം. വിശുദ്ധന്മാരായിരിക്കണം, നിഷ്കളങ്കന്മാരായിരിക്കണം. തെറ്റുകുറ്റങ്ങൾ വരും, ബലഹീനതകൾ വരും. അപ്പൊ ക്ലിയർ ചെയ്ത് പോകണം. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കും എഴുതിയിരിക്കുന്നുവല്ലോ. വിട്ടുപോരുവിൻ, അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്, നിങ്ങൾ എനിക്ക് മക്കളും ഞാൻ നിങ്ങൾക്ക് പിതാവുമായി. അത് പറഞ്ഞിട്ടാണ് 7:1 വായിക്കുന്നത്. 2 കൊരിന്ത്യർ 7:1 ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വചനമെടുത്ത് അതിൻ്റെതായ നിർമ്മലതയിൽ പ്രസംഗിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. യെഹെസ്കേൽ 22:26, 22 അതൊന്ന് വായിച്ച്. യെഹെസ്കേൽ 22:26 മുതൽ ഒരു വലിയ സത്യം അവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നു പഴയ നിയമത്തിലൂടെ. 22 26 മുതൽ. അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്തു, എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലവും തമ്മിൽ ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എൻ്റെ ശബത്തുകളെ നോക്കാതെ കണ്ണ് മറച്ചു കളയുന്നു. അതിൻ്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കേണ്ടതിന് ഇര കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെപ്പോലെ രക്തം ചൊരിയുവാൻ ദേഹികളെ നശിപ്പിക്കാനും നോക്കുന്നു. അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ച് കള്ളപ്രശ്നം പറഞ്ഞ് യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുമ്മായം തേക്കുന്നു. കുമ്മായം തേക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? വീടിൻ്റെ ഒരു കല്ലിന് കേടുവന്നു, അത് ചുരണ്ടി നോക്കണം.
പൊടിഞ്ഞ കല്ലാണെങ്കിൽ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് പുതിയ കല്ല് വെച്ച് പണിയണം. ചുരണ്ടിയിട്ട് ഇച്ചിരി ചുരണ്ടി മാറ്റിയിട്ട് കുമ്മായം തേച്ച് വെച്ചാലോ? പഴയ നിയമത്തിലുണ്ട്. പുരോഹിതൻ വീട് പണിയുമ്പോൾ കല്ലിന് വടുവല്ലം ഉണ്ടോ എന്ന് നോക്കണം. കേടായ കല്ലാണെങ്കിൽ എടുത്ത് കളഞ്ഞ് വേറെ പുതിയ കല്ല് വെക്കണം. പൂശി വിടരുത്. ചെറിയ ചെറിയ തെറ്റുകൾ, പാപങ്ങളൊക്കെ വരുമ്പോൾ അത് പാപമാണെന്ന് തന്നെ അവർ പറഞ്ഞ് പഠിപ്പിക്കണം. വെള്ളം തേച്ച് വിടരുത്. രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്കറിയാമല്ലോ. ഇടതുപക്ഷത്തിലെ ഭരണം തകർന്ന് ധരിപ്പാകാനുള്ള കാരണം എന്താ? ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയതാ. അവിടെ മേലുള്ളവരും കീഴുള്ളവരും എന്ത് തെറ്റ് ചെയ്താലും എന്ത് പോക്കരുത്തനം കാണിച്ചാലും അതിൻ്റെ ഓശാന പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം എന്ത് പറ്റി? ജനം തിരിഞ്ഞു കൊത്തി. ഇനി കിടന്ന് അതും ഇതും പറഞ്ഞുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ചെയ്ത തെറ്റൊക്കെ പോയിരുന്ന് കുത്തിയിരുന്ന് നിരപ്പ് പ്രാപിച്ച് രാഷ്ട്രീയത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ക്ഷമിക്കണേ. നല്ല ക്ലിയർ ആയിട്ട് നല്ല മനസാക്ഷിയോടെയൊക്കെ വന്നാൽ കിട്ടും. അല്ലെങ്കിൽ ഇതോടെ വാഷ് ഔട്ട് ചെയ്ത് കളയ ആൾക്കാർ. ഞാൻ സാധാരണ പറയുന്ന ആര് തെറ്റ് കാണിച്ചാലും അപ്പം ശിക്ഷ കൊടുക്കണം. മന്ത്രിയല്ല, ഗിന്ത്രിയല്ല, തന്ത്രിയല്ല, പാർട്ടറല്ല, ടീച്ചറല്ല, ആര് കാണിച്ചാലും. അല്ലെങ്കിൽ ജനാധിപത്യം എന്നുള്ള സംവിധാനം തകർക്കപ്പെടും. ജനാധിപത്യം, ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഭരണമാണ് നമുക്ക് വേണ്ടത്. തന്നിഷ്ടം പാടില്ല, അവനവൻ്റെ ഇഷ്ടം പാടില്ല, പൂർഷ ചിന്തകാധികൾ പാടില്ല, ദാർഢ്യം പാടില്ല, ധൂർത്ത് പാടില്ല. ഇതൊക്കെയാണ് തകർച്ചയുടെ കാരണം മനസ്സിലാക്കി അവിടെ പണിയണം. വെള്ളപൂശരുത്. ഒരു കേടുപാട് കണ്ടാൽ ആ കേടുപാട് തീർത്ത് പണിത് പോകണം. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരം. അതിൽ വരുന്ന തെറ്റുകളെ നമ്മൾ തിരുത്തി പണിത് വചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് പോകണം. നീതി ചെയ്ത് ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. അതാ റോമർ 6 പഠിപ്പിക്കുന്നത്. പാപം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ലജ്ജയും, നീതി ചെയ്യുമ്പോൾ വിശുദ്ധീകരണം കിട്ടും. പാപം ചെയ്തുകൊണ്ടിരുന്നാൽ ലജ്ജ പ്ലസ് ലജ്ജ ആത്മമരണത്തിലേക്ക് പോകും. നീതി ചെയ്താൽ വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം, അങ്ങനെ വിശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവനിലേക്ക് പോവുക. ഇതൊന്നുമില്ലാതെ ചുമ്മാ അങ്ങോട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുങ്ങി എൻ്റെ അന്യഭാഷയും പറഞ്ഞപ്പോൾ സ്വർഗത്ത് പോയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വർഗത്ത് പോകാൻ ഒരു പിടിപ്പണിയുണ്ട് ഞാൻ നോക്കിയിട്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ ഈ വചനങ്ങൾക്ക് നമുക്ക് ചെവി കൊടുക്കാം. എത്ര മനോഹരമായ നിലയിലാണ് പത്രോസ് പറയുന്നത്. അവർ വെള്ളമില്ലാതെ കിണറുകളും കൊടുങ്കാറ്റ് കൊണ്ട് ഓടുന്ന മഞ്ഞുമേഘങ്ങളുമാകുന്നു. യൂത പറയുന്ന മേഘങ്ങൾ വെറുതെ കിടന്നു പോവുക, അതിൽ നനവൊന്നുമില്ല. യൂത പറയുന്നത് അങ്ങനെയല്ലേ? യൂത ആ പദം പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ വായിക്കാം. നല്ല മനോഹരമായ രീതിയിലാണ് യൂതയും പറയുന്നത്. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യൂത പറയുന്ന ഭാഗം ഞാനൊന്ന് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വെള്ളമില്ലാത്ത മേഘങ്ങൾ, അങ്ങനെ യൂത പറയും. ഹല്ലേലൂയ. കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടിനു ചത്തും വേറിട്ടും പോയ വൃക്ഷങ്ങൾ. കള്ളപ്പരന്മാർ ദുരുപേക്ഷകന്മാരാട്ടോ. നുഴഞ്ഞു വന്ന കള്ളസവർമാരെ കുറിച്ച് യൂത പറയുന്ന തങ്ങളുടെ നാണക്കേടുകൾ നിറച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ, സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രകൃതിയുള്ള നക്ഷത്രങ്ങൾ. വക്രഗതി എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിന് സഞ്ചരിക്കാൻ ഒരു പാതയുണ്ട്. അത് പാത വിട്ടുപോവുക, പ്രമാണം വിട്ടുപോകുന്ന അവസ്ഥയെന്ന് പറയുക. അതിലുള്ള പദപ്രയോഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നതൊക്കെ. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവർ വെറും വമ്പ് പറഞ്ഞ് ദുഷ്കാമപ്രവൃത്തികളാൽ കാമഭാഗങ്ങളാൽ കാമഭോഗങ്ങളിൽ കൊടുക്കുന്നു. തങ്ങൾ തന്നെ നാശത്തിന് അടിമകളായിരിക്കെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിനെ അടിമപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഏതിനോട് തോൽക്കുന്നു അതിന് നമ്മൾ അടിമയാണ്. ഏത് പാപ സ്വഭാവത്തിൽ നമ്മൾ തോൽക്കുന്നുവോ അതിന് നമ്മൾ അടിമയായിപ്പോകും. അടുത്ത 10-ാം വാക്യം.
കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി. അപ്പം നമ്മൾ മാലിന്യം വിട്ടോടുന്നത് എങ്ങനെയാണ്? അശുദ്ധി വിട്ടോടുന്നത് എങ്ങനെയാണ്? പത്രോസ് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേ, ഞാൻ പറയുന്നത് കേൾക്കണ്ട. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ പരിജ്ഞാനം, ആ വിവേകം, അത് നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് ലോകത്തിൻ്റെ മാലിന്യങ്ങൾ, അശുദ്ധികൾ വിട്ടോടുന്നത്. പൗലോസ് ഛേദമെന്നെണ്ണിയത് എന്താ? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ലാഭമായതൊക്കെയും ഛേദമെന്നെണ്ണി. എൻ്റെ ദൈവം! ഒരു വലിയ ധനാഢ്യൻ, ഒരു വലിയ ജ്ഞാനി, ഒരു വലിയ വിവേകി, ഒരു വലിയ മനുഷ്യൻ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അവൻ്റെ ഉള്ളിൽ വന്നപ്പോൾ, കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനവും കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ വെളിപ്പാടുകളും ഈ മനുഷ്യൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ താൻ പ്രാപിച്ച ജ്ഞാനവും താൻ സമ്പാദിച്ച സമ്പാദ്യങ്ങളും എല്ലാം ചപ്പന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് ആ ക്രൂശിൻ്റെ ദർശനത്തിൻ്റെ പിറകെ പോകുകയാണ്. ദമസ്കാസ് ഇപ്പോഴുള്ള സിറിയ, അവിടെ ചോര പൊടിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചോര ഇറ്റിറ്റ് വീഴുക. പൗലോസ് മാനസാന്തരപ്പെട്ട ദമസ്കാസ്, സിറിയ, ദമസ്കോസ് എന്നൊക്കെ പറയും. അവിടെ വെച്ച് ക്രിസ്തു ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ തനിക്ക് ലാഭമായ സ്ഥാനമാനങ്ങൾ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രയേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരും ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ, പ്രമാണം അനുസരിക്കുന്നതിൽ ആരും പുറകെ നിർത്തത്തില്ല. അത്ര കർക്കശക്കാരനായ പൗലോസ് ദൈവിക ദർശനം ദമസ്കോസിൽ വെച്ച് കിട്ടിയപ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് ലാഭമായതാണ് ഇതൊക്കെ, ഞാൻ ചപ്പന്നും ചവറന്നു എണ്ണുക. പാസ്റ്റർമാരെ, പ്രസിഡന്റുമാരെ, സെക്രട്ടറിമാരെ, സഭയുടെ മേലാളന്മാരെ, നിങ്ങൾ ഇതൊക്കെ ഒന്ന് കേൾക്കണം. നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് കിട്ടി, നിങ്ങൾക്ക് വിദേശ യാത്രയ്ക്ക് പോകാനുള്ള മൾട്ടി വിസ കിട്ടി, നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു വെച്ചു, ഇതെല്ലാം സാത്താൻ്റെ ചരക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. കർത്താവിനെ കണ്ടെത്തുമ്പോൾ കയ്യിലുള്ളത് മുഴുവൻ നഷ്ടപ്പെടുക ചെയ്യുന്നത്, വാരിക്കോരി കൂട്ടുകയല്ല ചെയ്യുന്നത്. അത്യാവശ്യം പോലും പറയൂ, അത് മനോഹരമായി. ഞാൻ കർത്താവിനെ കണ്ടെത്തി, എനിക്ക് വീടായി, എനിക്ക് കാറായി, എൻ്റെ കൊച്ചുങ്ങൾ അമേരിക്കയിലായി, ലണ്ടനിലായി, അവിടെയായി, ഇവിടെയായി. സാത്താൻ നിന്നെ വശീകരിച്ചിട്ടിരിക്കുക, പോയി, നിന്റെ കാര്യം പോക്കായി. കർത്താവിനെ കണ്ടെത്തുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? എല്ലാം നഷ്ടപ്പെട്ടെന്ന് വരാം, നഷ്ടപ്പെടുമെന്നല്ല, ചിലപ്പോൾ എല്ലാവരും തേച്ചെന്ന് വരാം. ഈ 12 ശിഷ്യന്മാർ യേശുവിനെ വിട്ടുപോയെന്നല്ലേ പറയുന്നത്? ഒരുത്തൻ തുണിയില്ലാതെ ഓടിയെന്നല്ലേ എഴുതിയേക്കണേ മർക്കോസ്. എല്ലാവരും വിട്ടുപോയില്ലേ? കൂടെ നടന്ന് അപ്പം തന്ന പത്രോസ്, ഞാൻ അവനെ അറിയുന്നില്ല, എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്ന പ്രാഗിയില്ലേ 3 പ്രാവശ്യം മാനസാന്തരപ്പെട്ടു എന്നുള്ളത് വേറെ വിഷയം. ഇതൊക്കെ നമ്മൾ പഠിക്കണം. വേദപുസ്തകത്തിൽ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. പൊട്ടന്മാരെ പോലെ ഇരിക്കരുത്. നീ ഒരു സഭയുടെ അധ്യക്ഷനാണെങ്കിൽ, നീ ഒരു പ്രസിഡന്റ് ആണെങ്കിൽ, നീ സെക്രട്ടറി ആണെങ്കിൽ യോഗ്യമായ നിലയിൽ ജീവിക്കണം. ഇല്ലെങ്കിൽ ദൈവം നിന്നെ ന്യായം വിധിക്കും. പ്രസിഡന്റ് കസേരയിൽ കയറി ഇരുന്നുകൊണ്ട് ഏത് തോന്നിയാസം പറയാമെന്നോ? ജനത്തെ ഏത് നിലയിൽ മുമ്പോട്ട് നയിക്കാമെന്നോ? പാടില്ല. ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ നരകത്തിൽ കിടന്ന് അഴിയേണ്ടി വരും. മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. ഞാനൊരു ദൈവദാസൻ നിലയിൽ വേദനയോട് പറയുക. ഈ മനുഷ്യനൊന്ന് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 7 വിധ കാര്യങ്ങൾ, ആ മഹത്തരമായ കാര്യങ്ങൾ 5-6 വാക്യത്തിലുള്ളത്. 7 ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ. അതൊക്കെ തനിക്ക് ലാഭമായിരുന്നു ക്രിസ്തു നിമിത്തം ചെയ്തമെന്ന്. അത് മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം, മൈ ഗോഡ്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത വന്നപ്പോൾ ലാഭമായതൊക്കെയും ചെയ്തവൻ.
എല്ലാം ചപ്പൊന്നും ചവറൊന്നും എണ്ണിക്കൊണ്ട് ആ ക്രൂശിൻ്റെ പിറകെ, ആ ദർശനത്തിൻ്റെ പിറകെ പോവുകയാണ്. എന്താ? ഒന്ന് ഞാൻ ചെയ്യുന്ന പിൻപുള്ളതൊക്കെ മറന്ന് മുൻപിലുണ്ടി ആഞ്ഞ് പറമയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ലക്ഷ്യം സ്വർഗരാജ്യം, ദൈവരാജ്യം, എങ്ങനെയും പിതാവിൻ്റെ സന്നിധി ചെന്നെത്തണം. പാസ്സായി കഴിയുമ്പോൾ അവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും എനിക്ക് അമേരിക്കയിലൊന്ന് ചെല്ലണം, എനിക്ക് ലണ്ടനിൽ പോകണം, എനിക്ക് ദുബായിൽ പോകണം. സാത്താൻ നിന്നെ ഞെരടി അവൻ്റെ ആ സ്ഥാനത്തേക്ക് നിന്നെ കൊണ്ടുപോകും. അവനും എൻ്റെ ദൂതന്മാരും പോയിരിക്കുന്നിടത്തേക്ക് നിന്നെ കൊണ്ടുപോകും. കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഈ വചനം പ്രസംഗിക്കുന്നത്. മനസ്സിലാക്കിക്കോണം. ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ പ്രസംഗിക്കുന്നത്. ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ഞാനിത് പ്രസംഗിക്കുന്നത്. ആരെയും വശീകരിക്കാനും ആരെയും വഞ്ചിക്കാനൊന്നുമല്ല. നിർമ്മലമായ ദൈവവചനം വിളിച്ചു പറഞ്ഞ് മരിക്കാനാണ് എൻ്റെ തീരുമാനം. മനസ്സിലായിക്കോളും. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുന്നത് അത് അത്യുത്തമമാണ്. എനിക്ക് ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു മരിക്കുന്ന ലാഭം. എൻ്റെ ജ്യേഷ്ഠ സഹോദരനോട് ഞാൻ ആ വാക്യം പറയാൻ വേണ്ടിയായി തീർന്നു. നമുക്കെന്താന്നേ, നമുക്കൊന്നും നഷ്ടമാകാൻ ഒന്നുമില്ലെന്നേ. നമുക്കൊന്നുമില്ല നഷ്ടമാകാൻ. സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചു, നമ്മൾ ഇത്രയും നാൾ ജീവിച്ചു. ആരുടെയും മുമ്പിൽ പോയി തെണ്ടാതെ അന്തസ്സായിട്ട് ജീവിച്ചു നമ്മൾ. പോരെ? ആരുടെയും അന്യായമായ ഒരു പൈസ ആരുടെയൊന്നും വാങ്ങിയിട്ടില്ല. ചതിച്ചോ വഞ്ചിച്ചോ വക്രിച്ചോ എടുത്തിട്ടില്ല. അതുകൊണ്ട് ആ ഉള്ളിൽ ആ പ്രാഗൽഭ്യമുണ്ട്. അതുകൊണ്ടായി പറയുന്നത്, പിമ്പുള്ളതൊക്കെ മറന്ന് മുൻകൊണ്ടി ആഞ്ഞ് പറമ്പുള്ള വിരുദ്ധനായി ഇല്ല. അത് തന്നെ ആയിരിക്കണം നമ്മുടെ ഓട്ടം. ആ പൗലൂസിൻ്റെ തീരുമാനമായിരിക്കണം നമ്മുടേത്. ആ പൗലൂസിൻ്റെ ഓട്ടമായിരിക്കണം നമ്മുടേത്. അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ ചെന്നെത്തത്തില്ല സഹോദരങ്ങളെ. നശിച്ചു പോകും നമ്മൾ. അടക്കിന് വന്ന് ശുശ്രൂഷിക്കും അവരൊക്കെ. വെയ്യുടെ ദേശത്ത് പോയി, അവിടെ പോയി, ഇവിടെ പോയി എന്നൊക്കെ പറയും. നേരെ നരകത്തിലായിരിക്കും പോയത്. ഓസമ്മ പറയുന്ന ഉപദേശങ്ങൾ കേട്ട് അനുസരിച്ച് ജീവിച്ചാൽ, ആ പ്രമാണത്തിൽ നിലനിന്നാൽ, ആ വ്യവസ്ഥയിൽ നിലനിന്നാൽ ഒരടക്കം വേണ്ട. പട്ടിയെ കുടിച്ചിടുന്ന പോലെ കൊണ്ട് കുടിച്ചിട്ട് ഒരു കുഴപ്പമില്ല. കൂടെ കത്തിച്ചു കളഞ്ഞേ ഒരു കുഴപ്പമില്ല. ഞാൻ അത് പഠിച്ചത് ഹിസ്റ്ററി ഓഫ് ചർച്ച്. ഇവിടെ പഴയ പുതിയ നിയമസഭയുടെ ചർച്ച് ഹിസ്റ്ററി പഠിക്കും. പഠിക്കണം. അവർ അപ്പോസ്തലന്മാരെ ആര് കുഴിച്ചിട്ടു? പൗലോസിനെ ആര് കുഴിച്ചിട്ടു? പത്രോസിനെ ആര് കുഴിച്ചിട്ടു? സ്തെഫാനോസിനെ ഭക്തിയുള്ള ജനം കുഴിച്ചിട്ടെന്ന് എഴുതിയിട്ടുണ്ട്. കർത്താവിനെ കുഴിച്ചിട്ടു നമുക്ക് കാണാം. വേദപുസ്തകത്തിൽ പഠിക്കുക. ഇവരെയൊക്കെ ആര് കുഴിച്ചിട്ടു? രക്തസാക്ഷികളെ ആര് കുഴിച്ചിട്ടു? ചീഞ്ഞ് നറാതിരിക്കാൻ മണ്ണിൽ വെട്ടി അടക്കുക ചെയ്ത ആൾക്കാർ. അത് മറ്റുള്ളവരൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അടക്ക് ഒരു വലിയ കാര്യമായിട്ട് നമ്മൾ കാണരുത്. കല്യാണവും അടക്കം സ്നാനവും ഒന്നും വലിയ ആനക്കാര്യം പോലെ ആരും കാണരുത്. അതിലൊന്നും കഥയില്ല. വചനമനുസരിച്ച് ജീവിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ഞാനൊരു കല്യാണത്തിന് ഈയിടയ്ക്ക് പോയി. കല്യാണം കോടികൾ വിട്ട് അമ്മാനമാടുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് വലിയ വേദനയായിട്ട് തോന്നി. വെൽക്കം ഡ്രിങ്ക് 10-15 ഡ്രിങ്ക്സ് ഐറ്റംസ്, ഫുഡ് ഏത് വേണമെങ്കിലും കഴിക്കാം. എത്രയോ സാധുക്കളായ മനുഷ്യർ, എത്രയോ വിശ്വാസികളായ മനുഷ്യർ അവരുടെ വീടൊന്ന് ഒരു ചോർച്ച മാറ്റാൻ കഴിയാതെ, അവിടെ കുഞ്ഞുങ്ങളെ ഒന്ന് പുറത്തോട്ട് കല്യാണം കഴിച്ച് ഇറക്കി വിടാൻ കഴിയാതെ കഷ്ടതയുടെ തീച്ചൂളിലൂടെ പോകുന്നവരുണ്ട്. അപ്പോഴാണ് ഒരു ഭക്തൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചു. കാരണം നമ്മൾ അവരോടൊക്കെ ഒന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ഇത്. ഓരോരുത്തർ ചെയ്യുന്നതാ. അവർ വലിയ സ്ഥാനമാനങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുക. അവരെ നടത്തുന്നവർ അതിലും വലിയ ആൾക്കാരാണ്. ഞാൻ പറയണത്, വെളിവുള്ള മാസ്റ്റർമാരുണ്ടെങ്കിൽ ഒരു കല്യാണം, ഒരു സഹോദരൻ ഇച്ചിരി കാശുള്ള സഹോദരൻ നടത്തുമ്പോൾ എത്ര 50 ലക്ഷം 60 ലക്ഷം രൂപയുടെ കല്യാണം നടത്തുകയാണെങ്കിൽ പറഞ്ഞു, സഹോദര ഒന്നും വേണ്ട, ഒരു നോർമലായിട്ടൊരു കല്യാണം നടത്തും. എൻ്റെ കർത്താവ് വചനത്തിൽ പറഞ്ഞ പോലെ ബലഹീനനായവർ, അംഗഹീനന്മാർ, ഒന്നുമില്ലാത്തവരെ അവരെയൊക്കെ വിളിച്ച് കല്യാണം നടത്തുക. ഞങ്ങളുടെ ദേവദാസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായി തോന്നി. ഞങ്ങളെ വചനം പഠിപ്പിച്ച ഗുരു പിള്ളേർ മോളെ കല്യാണത്തിന് കാക്കാച്ചിന് പോക്കില്ലാത്തവരെല്ലാം വിളിച്ച് ആപ്പാട് കൊടുത്തു. അതാകട്ടെ, ദരിദ്രർ വന്ന് ഭക്ഷിക്കട്ടെ. വന്നത്തിന് വകയില്ലാത്തവർ വന്ന് നിന്റെ വീട്ടിൽ വന്ന് ഭക്ഷിച്ച് നിന്നെ ഒരു അനുഗ്രഹം. ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ആൾക്കാർ വന്നതിൻ്റെ കാര്യം എന്താ? ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ആൾക്കാർ വന്നതിൻ്റെ കാര്യം എന്താ? ജനസമ്മതിയുള്ളൊരു നേതാവ് കേരളക്കര കണ്ടിട്ടില്ലല്ലോ. ഇനി ഒരു നേതാവ് ഉണ്ടാവുമോ? എനിക്കറിയത്തില്ല. ഉണ്ടാകട്ടെ, നല്ല കാര്യം. എന്താ മറ്റുള്ളവരെ കുറിച്ച് അത് പറയാത്തത്? നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും, തീയത് ചെയ്താൽ തീയെന്നും പറയും. നമ്മൾ ഇത് കുറേ സുബോധത്തോടെ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ രാഷ്ട്രീയം പറയാനിരിക്കുകയല്ല. പൗലോസ് ലാഭമായതൊക്കെയും ഛേദമെന്നെണ്ണിയെങ്കിൽ
കർത്താവിനെ കണ്ടെത്തിയുന്ന ഭക്തന്മാരെ, കാശുള്ളവരും പണമുള്ളവരും സ്ഥാനമാനങ്ങളുള്ളവരൊക്കെ അതേ കടന്ന് കടിച്ചു തൂങ്ങാതെ അതൊക്കെ വല്ല പാവങ്ങൾക്ക് പകുത്തു കൊടുത്തിട്ട് ദൈവരാജ്യത്തിൽ പോകാനുള്ള വഴി നോക്കിക്കോ, അതാണ് നല്ലത്. അല്ലെങ്കിൽ പണ്ടാരണ്ടം പറഞ്ഞ പോലെ വെള്ളപ്പൊക്കത്തിന് ഇങ്ങനെ ഒഴുകി വരിക പല സാധനങ്ങൾ. ഒഴുകി വരുന്ന കൂട്ടത്തിൽ എന്തൊഴുകി വന്നു? ഒരു മുള്ളം പന്നി ഒഴുകി വന്നെന്നാണ് പറയുന്നത്. ഇങ്ങനെ ചുരുണ്ട് കിടക്കുക. കട്ടിൽ വരുന്നു, മേശ വരുന്നു, കസേര വരുന്നു, പിടിച്ചെടുത്തോ. മുള്ളം പന്നി വന്നപ്പോൾ എന്താ പറ്റി? കയറി പിടിച്ചോടാന്ന് പറഞ്ഞു. പന്നി കയറി പിടിച്ചു. പന്നീനെ ഇവൻ പിടിച്ചു, പന്നി ഇവനെയും കയറി പിടിച്ചു. പന്തി കേടാണെന്ന് മനസ്സിലായപ്പോൾ എന്നാൽ വിട്ടുകളേടാന്ന് പറഞ്ഞു വിടുന്നില്ല. അപ്പോൾ അക്കരെ നിന്നോട് വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരാ അത് നല്ലതല്ലെങ്കിൽ വിട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ വിട്ടു, എന്നെ വിടുന്നില്ല. നാം നമ്മുടെ പാപ സ്വഭാവങ്ങൾ, നമ്മുടെ ജീവിത രീതികൾ നമ്മൾ വിട്ടില്ലെങ്കിൽ അത് നമ്മളെയും കൊണ്ട് നരകത്തിലെത്തിക്കുമെന്നാണ് ആ കഥ നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. പത്രോസിൻ്റെ അശക്തമായ പ്രബോധനം, കർത്താവിൻ്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേക്കാൾ അധികം വഷളായി. അപ്പോൾ തോറ്റു കഴിഞ്ഞാൽ വഷളാവുമേ? തങ്ങൾ കേൾപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അതറിയാതിരിക്കുന്നവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് വന്നു ഭവിച്ചു. ഈ ഗ്രൂപ്പ് നമ്മുടെ ആത്മീയകോളത്തിൽ കിടക്കുക, ഈ പന്നികളും നായ്ക്കളും. ഞാൻ ഇന്ന ഗ്രൂപ്പാണ്, ഇന്ന സഭക്കാരാണെന്നൊന്നും പറയുന്നില്ല. ഈ പത്രോസ് പറഞ്ഞ രീതിയിലേക്ക് വന്നാൽ അവരെല്ലാം പന്നികളാണ്, അവരെല്ലാം നായ്ക്കളുമാണ്. പന്നികൾക്കും നായ്ക്കൾക്കും ദൈവരാജ്യം ഇല്ല. കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിന് ദൈവരാജ്യം കിട്ടി. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് മാനസാന്തരപ്പെട്ടു വന്നാൽ ദൈവരാജ്യം കിട്ടും, അതൊക്കെ. അതുകൊണ്ട് ഈ പത്രോസ് പറയുന്ന പാപത്തിൻ്റെ പട്ടികളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതെ നാം നമ്മെ തന്നെ സൂക്ഷിച്ച് നാം ഒരു പന്നിയാകാതെ ഛർദ്ദിച്ചതൊക്കെ തിരിച്ചെടുക്കുന്നതാ നായ. പന്നി അശുദ്ധിയിൽ കിടന്ന് ഉരുളുന്നതാ, ലോകത്തിൻ്റെ മാലിന്യത്തിൽ കിടന്ന് ഉരുളുന്നതാണ് പന്നി. ഛർദ്ദിച്ചതൊക്കെ വാരി വലിച്ചിടുന്നതാണ് പട്ടി, നായ. പെന്തക്കോസ്തുകാരും ഇതാകാതെ, പെന്തക്കോസ്തുകാരും പട്ടിയും നായും പൂച്ചയൊന്നും ആകാതെ വിശുദ്ധന്മാരുടെ സംഘമായി യഥാർത്ഥ ദൈവമക്കളായി വേർപാടിലും വിശുദ്ധിയിലും ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ദൈവമക്കളായി തീരുവാൻ ഈ വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുക. അതിന് പ്രധാന കാരണം കാവൽക്കാരൻ ഉറങ്ങിപ്പോയതാണ്. അത് ഞാൻ പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞാണ് ഈ മെസ്സേജ് നിർത്താൻ താല്പര്യപ്പെടുന്നത്. സഭയുടെ കാവൽക്കാർ ഉറങ്ങിപ്പോയാൽ, ബസ് ഓടിക്കുന്ന ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ 50-60 പേര് അവർ കൊക്കയിലേക്ക് വീണെല്ലാം ചാകാനിടയായി. അതുപോലെ ശുശ്രൂഷകൻ ആത്മീയ ഉറക്കം സംഭവിച്ചാൽ, ഉപദേശം പഠിക്കാതെ ഉപദേശം ശുശ്രൂഷിച്ചാൽ, ദൈവമാക്കി വയ്ക്കാതെ ശുശ്രൂഷിച്ചാൽ, ദൈവപ്രമാണം പ്രസംഗിക്കാതെ അവൻ ശുശ്രൂഷിച്ചാൽ ജനം മുഴുവൻ നാശത്തിലേക്ക് പോകാനിടയായി. അതുകൊണ്ട് ആർക്കും ആ ഗതി വരരുത്. കള്ളപ്രവാചകന്മാരെയും ദുരുപദേഷ്ടന്മാരെയും തിരിച്ചറിഞ്ഞ്, ഈ വചനത്തിൻ്റെ വെളിപ്പാടുകളിലൂടെ അത് തിരിച്ചറിഞ്ഞ് യഥാർത്ഥ സത്യവചനം പത്യവചനം പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരോടൊപ്പം കൂട്ടായ്മ ആചരിച്ച്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ പ്രബോധനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരെയും വെറുപ്പിക്കാനോ ആരെയും അപ്രീതി സംഭവിക്കാനോ ഒന്നുമല്ല ഞാനിത് പറഞ്ഞത്. സത്യമായിട്ട് തുറന്നു പറയുക ചെയ്തു. ആരും വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് പത്രോസ് നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു, പൗലോസ് നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു, യോഹന്നാൻ, യാക്കോബ്, യൂദ അവരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാനത് എടുത്തു പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ ശബ്ദമായത് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിച്ച് കാത്തിരിപ്പാൻ തക്കോണം സർവശക്തനായ കർത്താവ് ഈ പത്രോസിൻ്റെ ലേഖനങ്ങളിലൂടെ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. ആമേൻ, 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 ആമേൻ. സ്തോത്രം, 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 സ്തോത്രം.